നീഴൂർ, ഇലഞ്ഞി, ഉഴവൂർ ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമായ ചേരുന്തണം പ്രദേശമാണ് യാത്രാക്ലേശം അനുഭവിക്കുന്നത്. നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ കോട്ടയം, എറണാകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ നിരവധി പേരുണ്ടെങ്കിലും യാത്രാ സൗകര്യം നിഷേധിക്കുന്ന നിലപാടാണ് KSRTC അടക്കമുള്ള സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്നതെന്ന് ആക്ഷേപം ശക്തമായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഈ മേഖലയിലേക്ക് സർവീസ് നടത്തുന്നത് കോട്ടയം ഡിപ്പോയിൽ നിന്നുള്ള വാക്കാട് ചേരുന്തടം KSRTC ബസ്സാണ്. രാത്രികാലങ്ങളിൽ ഈ നാട്ടിലേക്കുള്ള ഏക യാത്രാ സൗകര്യവും ഈ ബസ് മാത്രമാണ്. എന്നാൽ നാളുകളായി അനുവദിച്ചിരിക്കുന്ന റൂട്ട് കട്ട്രിപ്പാക്കി മാറ്റി അധികൃതർ അവഗണന കാണിക്കുകയാണെന്നാണ് ചേരുന്തടം നിവാസികളുടെ പ്രധാന പരാതി. ചേരുന്തടം വരെ സർവീസ് നടത്തി ചേരുന്തടത്ത് സ്റ്റേ നടത്തേണ്ട ബസ് വാക്കാടിൽ സർവീസ് പൂർത്തീകരിക്കുന്നത് മൂലം ചേരുന്നിടത്തേക്കുള്ള യാത്രക്കാർ നട്ടപ്പാതിരായ്ക്ക് നടക്കേണ്ടുന്ന ഗതികേടാണെന്നും ഇന്നാട്ടുകാർ പറയുന്നു. പകൽ സമയങ്ങളിലും വാക്കാട് സർവീസ് അവസാനിപ്പിക്കുന്ന രീതിയാണ് KSRTCക്ക് ഉള്ളതെന്നും ഇത് നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. വാക്കാടിൽ നിന്ന് ചേരുന്നിടത്തേക്കുള്ള ആളുകൾ നടന്ന് ചേരുന്നിടത്തെത്തേണ്ടുന്ന അവസ്ഥയാണ് ഇതുമൂലം സംജാതമാകുന്നത്. ഇതോടൊപ്പം തന്നെ ചേരുന്നിടത്ത് നിന്ന് കോട്ടയം, കുരിനാട് ഭാഗത്തേക്ക് പോകേണ്ടുന്ന ആളുകളും വാക്കാടിലെത്തി യാത്ര ആരംഭിക്കേണ്ടുന്ന അവസ്ഥയാണ്. പിറവത്ത് നിന്ന് ഒരു ബസ് ചേരുന്നിടം വഴി വാക്കാട് പ്രദേശം ഉൾക്കൊള്ളിച്ച് സർവീസ് നടത്തും വിധം ക്രമീകരണമൊരുക്കാമെന്ന് പിറവത്ത് നിന്ന് മന്ത്രി കൂടിയായ അനൂപ് ജേക്കബ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉറപ്പു നൽകിയിരുന്നുവെങ്കിൽ ഇത് പാലിക്കപ്പെട്ടില്ല എന്നും ആക്ഷേപം ശക്തമാണ്. വാക്കാടിൽ സർവീസ് ആരംഭിക്കുന്ന ബസ് ചേരുന്നിടം വരെ യാത്ര നടത്തേണ്ടുന്നത് തങ്ങളുടെ അവകാശമാണെന്നും ഇത് അംഗീകരിക്കണമെന്നുമാണ് ഇന്നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. 10:40 വീണ്ടും പോകുന്നു, പിന്നെ 12:30 പോകുന്നു, പിന്നെ 3:30 പോകുന്നു, പിന്നെ വൈകിട്ട് 6:00 ഇവിടെ വരുന്നു. പിന്നെ വരുന്ന ഇവർക്ക് നേരത്തെ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ അവർക്ക് റൂമിലെന്നും പറഞ്ഞ ഒരു 2 കിലോമീറ്റർ അകലെ അവിടെ ചെയ്യുക. അപ്പൊ ആ ട്രിപ്പ് അവർ അവിടെ വന്ന് നിൽക്കുക. അത് ഇവിടെ ഇങ്ങോട്ട് ആളെ കൊണ്ട് വരുന്നില്ല. അവർ ചെയ്യുന്ന സ്ഥലത്ത് അത് ഇവിടുന്ന് നിരപ്പെന്ന് പറഞ്ഞ 1 കിലോമീറ്റർ അകലെ അവിടെ സ്റ്റേ ചെയ്യുക. അപ്പൊ അവര് ഇവിടെ വന്ന ആളെ ഇറക്കണമെന്നില്ല, അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യും. അപ്പൊ വൈകുന്നേരത്തെ രാത്രിയിലെ 10 ട്രിപ്പിന് ആൾക്ക് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി ഇങ്ങോട്ട് നടക്കണം. അപ്പൊ ഞങ്ങൾ അവരോട് പ്രാവശ്യം പറഞ്ഞു ഇവിടെ വന്നേച്ച് ആളെ അതവര് ചെയ്യുന്നില്ല. ഈ ട്രിപ്പിലെല്ലാം ആവശ്യത്തിനാണല്ലോ. നമ്മൾ ഈ ട്രിപ്പ് പറഞ്ഞെങ്കിൽ അതെല്ലാം ഇങ്ങോട്ട് പറഞ്ഞ പാറ്റ് ശരിക്കും ട്രിപ്പ് കൂട്ടണ്ട, അതൊന്ന് പുനഃക്രമീകരിച്ചാൽ മതി. ശരിക്കും ഈ ഇലഞ്ഞി വരെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അത് മെയിൻ ആവശ്യം. അല്ലെ പിറവം വരെ അവിടെ ഡിപ്പോ ഉണ്ടല്ലോ. വല്ലുന്ന ഇപ്പൊ എലിഞ്ഞിക്ക് 5 കിലോമീറ്റർ ഞങ്ങൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഓട്ടോ വിളിക്കാതെ അങ്ങനെ എലഞ്ഞിക്ക് വേറെ സൗകര്യം ഇല്ല, വണ്ടിയില്ല. നിങ്ങളുടെ ശരിക്കും ടൗൺ എന്ന് പറഞ്ഞാൽ എലഞ്ഞിയാണോ? എന്തെങ്കിലും സാധനം മേടിക്കാനും ഒക്കെ പോകുന്നത്? എല്ലാ കുറഞ്ഞാടെ കുറഞ്ഞാട് ദൂരല്ലേ? എനിക്ക് 5 കിലോമീറ്റർ. അതെ, 5 കിലോമീറ്റർ ഞങ്ങൾ എപ്പോഴും ഓട്ടോ വിളിച്ചു. ഹോസ്പിറ്റല് ഇവിടുത്തെ കുട്ടികൾ മിക്കവാറും പഠിക്കുന്ന എലഞ്ഞിയിലാണ്. പ്ലസ് ടു ഉള്ളതുകൊണ്ട് എലഞ്ഞിയിലാണ്. ഹൈസ്കൂള് +2 ഒക്കെ. പ്രൈവറ്റ് ബസ്സും ഇല്ല എലഞ്ഞിക്ക്? ഒരു ബസ്സേ ഉള്ളൂ. അത് ഈ പറയുന്ന പിള്ളേരുടെ സൗകര്യത്തിനല്ല ഓടുന്നത്. അതായത് രാവിലെ കോലഞ്ചേരിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ആ ബസ് 10 മണിയാകുമ്പോ പിന്നെ കുറവലങ്ങാട്ടിയല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് പിള്ളേർക്ക് യാതൊരു സൗകര്യം, എലഞ്ഞിയിലെ പിള്ളേർക്ക് യാതൊരു സൗകര്യങ്ങളും ഇല്ല.